മനുഷ്യനിപ്പോ ആന പൂരത്തിന് ആനയാകുമ്പോ ആന ചമയിക്കണം, ആന നീച്ചൊരിക്കുക. അത് ആന തന്നെയാണ്. ആന വേറൊരു ജീവിയായി മാറുന്നില്ല. ആന വേറൊരു ജീവിയായി മാറുന്നില്ല. ആന തലയെക്കെട്ട് കെട്ടിക്കുക, നെറ്റിപ്പട്ടം കെട്ടിക്കുക, കോലം വെക്കുക, വെഞ്ചാമലൊക്കെ പിടിക്കുക. ആന തന്നെയാണ്, അലങ്കരിക്കപ്പെട്ട ആനയാണുള്ളൂ. പുലിക്ക് അങ്ങനെയല്ല, മനുഷ്യൻ എന്തായി മാറുകയാണ്? പുലിയായി മാറുകയാണ്. അപ്പോ മനുഷ്യന് നരനരിയായി മാറണം. അത് മാറുന്ന പ്രക്രിയയെ കുറിച്ച് കടുപ്പാണ്. ശരീരം മുഴുവൻ ഷേവ് ചെയ്തിട്ട് പെയിന്റ് അടിച്ചിട്ട് ജെറ്റി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് 2 വടി കുത്തി പിടിച്ച് നിൽക്കണം പെയിന്റ് അടിക്കും. അത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പോകണം. അത് കഴിഞ്ഞ് ഇയാൾ നരിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഇത് മാറണമെങ്കിൽ മണ്ണെണ്ണയിൽ ആറാടണം. അതാണ് ഒരു പുലിക്കളി ടീമിന് ഇത്തവണ 250 ലിറ്റർ മറ്റേ മണ്ണെണ്ണ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇത് കഴിയുകളാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് മണ്ണിലാടുകയും മണ്ണെണ്ണയിൽ ആറാടുകയും ചെയ്യുന്ന ഒരു കലാരൂപമാണ് ഈ പുലിക്കളി. മനുഷ്യനെ മൃഗമായിട്ട് മാറ്റണം, പുലിയായിട്ട് മാറ്റണം. പൂരത്തിൽ അതില്ല, ആന തന്നെയാണ്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മനുഷ്യൻ അത് ഈ പുലിമടയിൽ നടക്കുന്ന ഒരു തരം ട്രാൻസ്ഫർമേഷൻ ആണ്. അതായത് ഹ്യൂമൻ ബീങ്സ് ആർ ഗെറ്റിംഗ് ദംസെൽസ് ട്രാൻസ്ഫോംഡ് ഇൻടു ടൈഗേഴ്സ്. പുലികളായി മാറണം, മനുഷ്യൻ മാറ്റണം. മെയ്യെഴുത്ത് കൊണ്ടും ഓൺലൈൻ കൊണ്ടും വരച്ച വര കൊണ്ടും മാറ്റിയിട്ട് ഈ പുലികൾ വന്ന് കളിക്കുന്ന തൃശ്ശൂര് പൂരോരുട്ടായി നാളിലാണ്. 2 ആഘോഷങ്ങള്, പൂരം മേടത്തിലും പുലിക്കളി ചിങ്ങത്തിലുമാണ് തൃശ്ശൂർ. ജ്യോതിഷ പ്രകാരം മേടം സൂര്യന്റെ ഉച്ചക്ഷേത്രവും ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രമാണ്. അപ്പൊ ചിങ്ങത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ, സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ പൂരോരുട്ടാതി നാളില് പുലിക്കളി. സൂര്യൻ തന്റെ ഉച്ചരാശിയെ മേടത്തിൽ നിൽക്കുമ്പോൾ പൂരം നാളില് തൃശ്ശൂർ പൂരം. ഇങ്ങനെ രണ്ടിനും സൗരമായിട്ട്, സൂര്യനായിട്ട്, സോളാറായിട്ട്, മറ്റേ സോളാറല്ല കേട്ടോ, സോളാറായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെയുണ്ട്. അല്ല, അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അതിന്റെ ചുവടുകളുടെ ഒരു പ്രത്യേകത നേട്ടം പറഞ്ഞിരുന്നു. അതിന്റെ ചുവടെന്ന് പറഞ്ഞ കാര്യമായിട്ട് ഇങ്ങനെയാണ്. അത് ശരിക്കും അങ്ങനെ അങ്ങനെ വെച്ചിട്ട് കളിക്കും. ഇങ്ങനെ പണ്ട് ഒലയ്ക്കമ്മ കളിച്ചിരുന്നത് ഇപ്പൊ മണ്ണിൽ കളിക്കുന്നു. പിന്നെ ടാബ്ലോകളുണ്ട്. ഓരോ പോലീസ് സംഘത്തിൽ ഇപ്പൊ 9 സംഘങ്ങളുണ്ട്. 9 സംഘം എന്ന് പറയുമ്പോ അതാ വിയ്യൂര്, പിന്നെ പാട്ടിരാക്കല്, പിന്നെ സീതാറാം മില്ല് ദേശം, പിന്നെ ചക്കാമുക്ക്, പിന്നെ ശങ്കരൻകുളങ്ങര, അയ്യന്തോള്, അതുപോലെ തന്നെ നായ്ക്കനാല് ദേശം, അതുപോലെ തന്നെ വെളിയന്നൂര്. ഇങ്ങനെ 9 സംഘങ്ങൾ ആയിട്ട് കുട്ടംകുളങ്ങര, ഇതടക്കം 9 സംഘങ്ങളുണ്ട്. ഇങ്ങനെ പുലികളുടെ 9 സംഘങ്ങൾ വന്നിട്ട് റൗണ്ടിൽ പല സ്ഥലത്തു നിന്നും വന്ന് ചേർന്ന് സംഗമിക്കണം. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, തൃശ്ശൂര് പൂരത്തിന് ഹസ്തിനപുരിയോ, ആനകളുടെ പുരം, ഹസ്തിച്ച ആന. ഇപ്പൊ ഇത് വ്യാഘ്രപുരിയായിട്ട് മാറും. ശിവപുരി വ്യാഘ്രപുരിയായിട്ട് മാറും. അതാണ് ശരിക്കും. അങ്ങനെ പുലികളുടെ ഒരു കേന്ദ്രമായിട്ട് ഈ ഒരു തൃശ്ശൂർ ഇനിയിപ്പോ മാറാൻ പോവുകയാണ്. അതിന്റെ ഒരു മേളമാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. അതായത് ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് വടക്കനാഥന്റെ ശ്രീമൂലസ്ഥാനത്തിന് അഭിമുഖമായിട്ട്. പിന്നിൽ കാണുന്നത് MG റോഡാണ്. ഇതാണ് നടുവിലാല്. 4 പുലിക്കളി സംഘങ്ങൾ ഇതിലാണ് ഇന്ന് നാട്ടിലേക്ക് പ്രവേശിക്കുക. അത് അയ്യന്തോള്, ചക്കാമുക്ക്, ശങ്കരൻകുളങ്ങര, സീതാറാമില്ലി, 4 ആൾക്കാർ ഇതിലെ വരും. പിന്നെ കുട്ടംകുളങ്ങര വരുന്നത് നമ്മുടെ കല്യാൺ ജ്വല്ലറിയുടെ സൈഡിൽ കൂടെയാണ്. വിയ്യൂര് വരുന്നത് നമ്മുടെ മിനി ടൂറിസ്റ്റ് ഹോമിന്റെ സൈഡിൽ കൂടെയാണ്. നായ്ക്കനാല് ദേശം വരുന്നത് നായ്ക്കനാലിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വെളിയന്നൂർ വരുന്നത് അവിടെ നിന്നാണ്. അപ്പൊ ഇങ്ങനെ പല വഴിക്കായിട്ട് ഇവിടെ വന്ന് സംഗമിക്കുകയും ഈ വ്യാഘ്രപുരിയിൽ ഒരു നരവ്യാഘ്ര സംഗമം നടക്കുകയും ചെയ്യുക. അതാണ് വാസ്തവത്തിൽ ഈ പുലിക്കളി. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് അല്ല, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അല്ല, മാൻ ആനിമൽ കോഓപ്പറേഷൻ ആണ്. അതായത് മനുഷ്യ വന്യജീവി സംഘർഷമല്ല ഇവിടെ നടക്കുന്നത്, മനുഷ്യ വന്യജീവി സൗഹൃദ നിമിഷങ്ങളുടെ ഒരു മേളമാണ് ഇവിടെ ഈ പുലികളിയിൽ നടക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ നഗരത്തിൽ കാണാൻ പോകുന്നത്. ഈ നഗരത്തിൽ ഇങ്ങനെ മന്ദം വരികയാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ആ ദൃശ്യങ്ങൾ കാണിച്ച് നമുക്ക് കമന്ററിയിലേക്ക് പോകുന്നതായിരിക്കുന്നത്. അങ്ങനെ ആൾക്കാർ ദൃശ്യങ്ങൾ കാണട്ടെ, കേൾക്കാനല്ലേ ഉള്ളൂ. ഇത് കാണട്ടെ.
തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളിലേക്ക് എന്തായാലും ക്യാമറ ചലിപ്പിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഇത് കൃത്യമായി തന്നെ നന്ദേട്ടൻ വിശദീകരിക്കുന്നതായിരിക്കും. ഇത് ഇനിയിപ്പോ ഇത് പൊതുവെ ഈ പുലികളി കാണാത്ത ആളുകളുണ്ടാവും നമ്മുടെ പ്രേക്ഷകര്, അവരെ സംബന്ധിച്ച് ഇത് എത്ര മണിക്കൂർ നീളുന്ന ഒരു ഉത്സവമാണെന്ന്? എത്ര മണിക്കൂർ നീളുന്ന ഉത്സവമായി? വാസ്തവത്തിൽ ഇതിന്റെ ശരിക്കും 4:30-ക്ക് തുടങ്ങി, ഇന്ന് വൈകുന്നേരം ഒരു 8-9 മണി വരെ. അത് തരേ 4:30-ക്ക് തുടങ്ങി ഒരു 8:30, 9, 10 മണി വരെ മാക്സിമം. അതിനവസാനിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ആ കളി അരങ്ങ്. പതിയെ സായാഹ്നത്തിന്റെ പിന്നെ ഇതിന്റെ ആവേശം തുടങ്ങുന്നത് ഒരാഴ്ച മുമ്പ് തുടങ്ങും. അങ്ങനെ ആ ഒരു ഒരാഴ്ച മുന്നേ ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി അങ്ങനെ പതിയെ ആ രീതിയിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരുക്കങ്ങൾ ഉള്ളത്. അതെ, അതായത് വാസ്തവത്തില് ഇന്നലെ ഇപ്പോ പുലി ചമയ പ്രദർശനം, പിന്നെ പുലിവാല എഴുന്നള്ളിപ്പ്, ഇതൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോശാർത്ഥത്തിൽ പറഞ്ഞത്. വാസ്തവത്തിൽ പുലിവാല് പിടിക്കുക തൃശ്ശൂർ എന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണ്, അതായത് ഒരു കളിയുടെ ഇതായിട്ടാണ് വരുന്നത്. തീർച്ചയായും ഇത് തന്നെയാണ് ഈ പുലിവാല് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തൃശ്ശൂർ നല്ല അർത്ഥത്തിൽ നമ്മൾ കാണുന്നു, പുലിയെ ഒരു നല്ല ഒരു കലാരൂപമായി കാണുന്നു, മാത്രമല്ല ഒരു മാനവികതയുടെ പ്രതീകമായി കൂടി കാണുന്നു. ശരിക്കും പുലിസ്റ്റർ സമ്മാനം, പുലിക്കളിക്ക് വേണ്ടത് പുലിസ്റ്റർ സമ്മാനം കൊടുക്കും, അങ്ങനെ വേണ്ട കല്യാണം.